ഹലോ നമസ്കാരം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഐറ്റമാണ് BDF, ബീഫ് ഡ്രൈ ഫ്രൈ. ബീഫൊക്കെ നല്ല നീളത്തിൽ അരിഞ്ഞിട്ട് മസാലയൊക്കെ തേച്ച് വറുത്തെടുക്കുന്ന ഐറ്റം. എന്നാൽ അതുപോലെ തന്നെ നമുക്ക് പോർക്കും ഉണ്ടാക്കി നോക്കാൻ പറ്റും. പോർക്ക് ഡ്രൈ ഫ്രൈ PDF. അപ്പൊ ഇന്ന് രണ്ട് ഐറ്റം നമ്മൾ എടുത്തിട്ടുണ്ട്. ബീഫും എടുത്തിട്ടുണ്ട്, പോർക്കും എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് പോർക്ക് ഡ്രൈ ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടി പോർക്ക് ഒന്ന് എടുക്കണം. അതായത് ആ തൊലിയോട് കൂടിയിട്ട് കുറച്ച് മാംസം നിൽക്കുന്ന രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ട് രണ്ട് കഷ്ണമാക്കി നമ്മുടെ കുക്കറിനകത്തിട്ടിട്ട് കുറച്ച് വെള്ളവും കുറച്ച് മഞ്ഞപ്പൊടിയും കുറച്ച് ഉപ്പും ഇട്ട് വേവിച്ചെടുക്കണം. ഒരു 2-3 വിസില് ലോ ഫ്ലെയിമിൽ അടിച്ച് സെറ്റായി കഴിഞ്ഞാൽ സംഭവം ഓക്കെയാണ്. അത് പിന്നെ പോർക്ക് കഴിക്കാത്തവർക്കും പോർക്ക് ഇഷ്ടമില്ലാത്തവർക്കും വേണ്ടി ബീഫിന്റെ ഐറ്റം ചെയ്യുന്നുണ്ട്. അത് ഇതിനകത്ത് തന്നെയുണ്ട്. ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി. സംഭവം സെറ്റ് ചെയ്തെടുക്കാനുള്ള മസാല നമുക്ക് ഉണ്ടാക്കാം. രണ്ടിനും രണ്ട് മസാലയാണ്. ആദ്യം പോർക്കുള്ള മസാല പറയാം. ആവശ്യത്തിനുള്ള മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല, ചില്ലി ഫ്ലേക്സ്, പിന്നെ നമ്മുടെ പോർക്ക് വെന്ത ആ സ്റ്റോക്ക്, പിന്നെ കുറച്ച് കോൺഫ്ലവറും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഉപ്പും ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ചിങ്ങെടുക്കണം. വെന്ത് വന്ന പോർക്ക് ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുക്കണം. ഒരുപാട് കട്ടിയും വേണ്ട, ഒരുപാട് നീളവും വേണ്ട. ഒരു മീഡിയം ടൈപ്പ് ഇതേപോലെ ഒന്ന് സെറ്റ് ചെയ്തെടുത്തേക്കണേ. ആ സംഭവം നമ്മുടെ മസാലകളിൽ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂർ സൈഡിലോട്ട് ഇരിക്കട്ടെ. ഈ സമയത്ത് നമുക്ക് നമ്മുടെ ബീഫ് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ 2 കഷ്ണമാക്കി മുറിച്ച ബീഫ് എടുത്ത് കുക്കറിനകത്തിട്ടിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞപ്പൊടിയും ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്കത് വേവിച്ചെടുക്കാം. എത്ര വിസിൽ വേണമെന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞു തരണ്ടല്ലോ. ഓരോ കുക്കറിനും ഓരോ വിസിലാണ്. അതിനനുസരിച്ചിട്ട് സെറ്റ് ചെയ്യുക. അത് സെറ്റ് ആകുമ്പോഴത്തേക്ക് നമുക്ക് എണ്ണ ഒഴിച്ച് നല്ലപോലെ ഒന്ന് ചൂടാക്കി നമ്മുടെ പോർക്കിട്ട് വറുത്തിങ്ങെടുക്കാം. ഇതുപോലെ നല്ല സൗണ്ടും നല്ല മണവും. പോർക്ക് ഇങ്ങനെ ഫ്രൈ ചെയ്യുമ്പം ഒരു കാര്യം ശ്രദ്ധിച്ചോണം. തീ ഇച്ചിരി കൂടിക്കഴിഞ്ഞാൽ ഈ സാധനമൊക്കെ കിടന്ന് പൊട്ടിത്തെറിക്കാൻ തുടങ്ങും. അപ്പോൾ നിങ്ങളുടെ സേഫ്റ്റി നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്വം. ലോ ഫ്ലെയിമിൽ പയ്യെ കുക്ക് ചെയ്തെടുക്കുക, കുഴപ്പമൊന്നും കാണത്തില്ല. അപ്പോൾ നമ്മുടെ കറുമുറാന്നിരിക്കുന്ന പോർക്ക് ഡ്രൈ ഫ്രൈ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സംഭവം നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം, ഇല്ലെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത നമ്മുടെ ബീഫ് ഡ്രൈ ഫ്രൈ ഉണ്ടാക്കാനുള്ള മസാല നോക്കാം. ആദ്യം എടുത്ത പൊടികളൊക്കെ തന്നെ അതിനകത്തേക്ക് ഒരു കോഴിമുട്ടയും പിന്നെ നമ്മുടെ ബീഫ് വെന്ത ആ സ്റ്റോക്കും കൂടെ ഒഴിച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് നല്ല നീളം കഷ്ണങ്ങളാക്കി ഇങ്ങനെ അരിഞ്ഞെടുക്കാം കേട്ടോ. ഇനിയിപ്പം ഈ ഐറ്റം നമ്മുടെ മസാലയ്ക്ക് ഇട്ടാൽ ഇതുപോലെ നല്ല മിക്സ് ചെയ്തിങ്ങെടുക്കണം. ആഹാ, എന്താ കളറ്! അല്ലെങ്കിലും കാശ്മീരി ചില്ലി വെച്ച് കഴിഞ്ഞാൽ സംഭവം നല്ല കളറും വലിയ എരിവും കാണത്തില്ല. ഇനി നമുക്ക് പഴയതുപോലെ തന്നെ വേറെ എണ്ണ ഒഴിച്ച് അത് ചൂടാക്കി അതിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ബീഫും പോർക്കും കഴിക്കുന്ന ആളുകൾക്ക് ഇതിൽ ഏത് ഐറ്റമാണ് ഇഷ്ടപ്പെട്ടതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. നമ്മുടെ BDFും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു പ്ലേറ്റിലാണ് എടുത്തെങ്കിലും നടുക്ക് ഞാനൊരു സവാള വെച്ചിട്ടൊരു വേലി തിരിച്ചിട്ടുണ്ട്. ആർക്കും പരാതി വേണ്ട. അപ്പം നമ്മൾ ആദ്യം കഴിച്ചു നോക്കാൻ പോകുന്നത് നമ്മുടെ പോർക്ക് ഡ്രൈ ഫ്രൈ ആണ്. ആഹാ, കൊള്ളാം. ഇതിന്റെ രുചിയെപ്പറ്റി അധികം വർണ്ണിച്ച് ഞാൻ കിടന്ന് കഷ്ടപ്പെടുന്നില്ല. അപ്പം നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഏതാ നിങ്ങൾ കഴിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് ഉണ്ടാക്കി നോക്കുക. എൻ്റെ മുഖം കണ്ടിട്ട് എനിക്ക് ഏതാ ഇഷ്ടപ്പെട്ടതെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേരെ. ബൈ ഫ്രം സ്ട്രീറ്റ്സ് ആൻഡ് ഫുഡ്.